അള്ളാഹുവിന്റെ റസൂൽ വാഴ്ത്തപ്പെടട്ടെ, അള്ളാഹുവിന്റെ റസൂൽ വാഴ്ത്തപ്പെടട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയുടെ ഹദീസ് നിങ്ങളൊന്ന് വിചാരിക്കേ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എത്ര ചെറുപ്പക്കാർ ദുആ ചെയ്യുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ ലോകാവസ്ഥാനത്തിന്റെ വാത് കേട്ട അന്ന് പോലെ എൻ്റെ വീട്ടിൽ സീരിയലേ ഇല്ല. ഉമ്മയും എൻ്റെ ഭാര്യയും പെങ്ങളും എല്ലാം അതങ്ങോട്ട് നിർത്തി. അള്ളാഹു നല്ല ബോധം നിലനിർത്തി തരട്ടെ. ഈ ഭൂമിയെ നിലനിർത്തി ജീവിപ്പിക്കേണ്ടത് നമ്മളാണ്. ഈ ഭൂമി കുലുങ്ങും, ഈ ഭൂമി കുലുങ്ങും, ഉറപ്പ്. ഈ ഭൂമി കുലുങ്ങും. ആർക്ക് വേണ്ടി? ഒന്ന് സിന. ഇവിടെ നബിതങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങൾ ഇതാ ലഹറ, പ്രത്യക്ഷമായാൽ നല്ല, വ്യഭിചരിച്ചാലും അല്ല. ആണോ വൈസി? അല്ല. ഇതാ ലഹറ പ്രത്യക്ഷപ്പെട്ടാണ്. അതിന്റെ അർത്ഥം എന്താ? പ്രത്യക്ഷമായിട്ട് വ്യഭിചരിക്കും. അതൊരു കുറ്റമാണ്, ആർക്കും തോന്നില്ല. ആ ഒരവസ്ഥയിലെത്തും. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ ചെയ്യുന്നവരാ, ആരും അറിയാതെ ചെയ്യുക. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാ ഈ ഭൂമി തകരും, ഈ ഭൂമിയുടെ നിയന്ത്രണം അല്ലാഹു വിട്ടുകളയും. ഈ ഭൂമി നിങ്ങളെയും കൊണ്ട് കീഴ്മേൽ പറയും. എപ്പോഴാ അറിയുക? വ്യഭിചാരം പ്രത്യക്ഷമായി കഴിഞ്ഞാൽ വ്യഭിചരിച്ചാലെന്നല്ല, വ്യഭിചരിച്ചാലെന്നല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? കഴുതകൾ ഭോഗിക്കുന്നത് മാതിരി, വിവരമില്ലാത്ത കഴുത ആണും പെണ്ണും തമ്മിൽ ഭോഗിക്കുന്നത് മാതിരി വടികൂടെ കടന്നു പോകുന്ന കഴുത, ആ കഴുതക്ക് വികാരമുണ്ടായാൽ അടുത്ത് കാണുന്ന കഴുതയുടെ പുറത്ത് കയറുന്നത് പോലെ പെടക്കോടി ആങ്കോടി പൂവങ്കോടി പെടക്കോടി ആളുകളുടെ മുമ്പിൽ വെച്ച് പ്രാപിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, കഴുതകൾ ഭോഗിക്കുന്നത് പോലെ മനുഷ്യനവന്റെ വികാരം തീർക്കുന്ന ഒരു കാലം വരും. ഏതുവരെ എന്നറിയോ? പട്ടാപ്പകൽ വെളിച്ചത്തിൽ പരസ്യമായി, പരസ്യമായി മനുഷ്യൻ വ്യഭിചരിക്കും പൊതു റോഡിൽ കിടന്ന്. ആ സമയത്ത് ആ നാട്ടിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യന് അതിലൂടെ കടന്നു വന്നാൽ ആ മനുഷ്യൻ പറയും, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറയില്ല, ഇത് അധർമ്മമാണെന്ന് പറയില്ല. ആ നാട്ടിലെ ഏറ്റവും തക്കവയുള്ള മനുഷ്യൻ പറയും, ആളുകൾ വരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് ആളില്ലാത്ത പൊന്തക്കാട്ടിൽ നിങ്ങൾക്ക് പോയി കൂടെ? ഒന്ന് ആലോചിച്ചു നോക്ക്. ഈമാനുള്ള ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ പറയുന്നത് എന്താ? നിങ്ങളൊന്ന് പരസ്യമായിട്ട് തയ്യാറ്, രഹസ്യമായിട്ട് ചെയ്തുകൂടെ എന്ന് പറയുന്ന അവസ്ഥയിൽ വ്യഭിചാരം നടുറോഡിൽ കിടന്ന് വ്യഭിചരിക്കുന്ന കാലം വരുമെന്ന്, നടുറോഡിൽ കിടന്ന് വ്യഭിചരിക്കുന്ന കാലം വരും. ഏതുവരെ? പട്ടാപ്പകല് വ്യഭിചാരം നടക്കും ആളുകളുടെ മുമ്പിൽ വെച്ച്. എവിടെയാ ഉസ്താദേ? വല്ലപ്പുഴയിൽ നടന്നിട്ടില്ലല്ലോ. സഹോദരങ്ങളെ, കേരളത്തിലെ ഏത് പെൺമാണി നടന്നത് ഫ്ലാറ്റിൽ വെച്ചാ? ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റിൽ 100-300 ആളുകൾ താമസിക്കുന്നതല്ലേ? പട്ടാപ്പകല് 300 ആളുകൾ നിൽക്കുമ്പോ തൊട്ടടുത്ത ഫ്ലാറ്റിൽ ആളുകൾ താമസിക്കുമ്പോ ഇപ്പോഴത്തെ ഫ്ലാറ്റിൽ പട്ടാപ്പകല് വ്യഭിചാരം നടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇതേവരെ പ്രവാചകൻ പറഞ്ഞ് തെറ്റിയിട്ടില്ല. ഇത് കാണുമ്പോഴാണ് ഭൂമിക്ക് പോലും നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങൾ പറഞ്ഞ ഫ്ലാറ്റിലെ വ്യഭിചാരം, ഫ്ലാറ്റിലെ വ്യഭിചാരം. ഒരു ഫ്ലാറ്റിൽ എത്ര പേരുണ്ടോ? 100-300 എണ്ണം ഉണ്ടാവുമല്ലോ. അവരപ്പുറം ഇപ്പുറം താമസിക്കുമ്പോഴാണ് ഇപ്പോഴേ ഈ കർമ്മം നടക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതൊന്നും അല്ലെങ്കിലും പരസ്യ വ്യഭിചാരമല്ലേ നടക്കുക. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ദുഃഖസ്ഥാനത്തിന്റെ സ്പർശനം മാത്രമല്ലല്ലോ. 7 മണി മുതൽ 9:30 വരെ മിക്ക വീട്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന തനി വ്യഭിചാരം തന്നെ. അല്ലാന്നർക്കോ? 7 മണി മുതൽ 9:30 വരെ മിക്ക വീട്ടിലും വ്യഭിചാരമാണ്. ഏത് വീട്ടിലെ ഇല്ലാത്തത്? ഇനിയിപ്പോ നിങ്ങൾ എന്നെ ഭാഗത്തിൽ വിളിച്ചില്ലേ, കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു പ്രശ്നവുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലൈസമിൻകും റജുലുൻ റഷീദ്, ഒരു സന്മാർഗിയായ പുരുഷൻ ഉണ്ടാവണ്ടേ? 7 മണി മുതൽ 9:30 വരെ കാണുന്നത് പച്ച വ്യഭിചാരമല്ലേ? അള്ളാഹുവിന്റെ മുമ്പിൽ കാലുമാരുടെ കയ്യിൽ പിടിച്ചിട്ട് അംഗകുത്തുക്ക എന്ന് പറഞ്ഞ് മഹറും കൊടുത്ത് വിളിച്ചു കൊണ്ടുപോയ പെണ്ണിനെ അള്ളാഹിനെ സാക്ഷി നിർത്തി, അള്ളാഹിന്റെ റസൂലിനെ സാക്ഷി നിർത്തി, ഇവളെന്റെ ജീവിതത്തിൽ നാളെ സ്വർഗത്തിൽ നിൽക്കേണ്ട ഭാര്യ എന്ന് പറഞ്ഞ് കൈ പിടിച്ചു കൊണ്ടുപോയ പെണ്ണിനെ അരക്കിൽ പോട്ട് വസ്ത്രമില്ലാതെ ആടി തുള്ളിച്ച് അവളുടെ മാംസഭാഗം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട വോട്ട് ചെയ്തിട്ട് ഫ്ലാറ്റ് മേടിച്ച നാണമില്ല ഭർത്താവിന് പറയാൻ? പച്ച വ്യഭിചാരമല്ലേ, പച്ച വ്യഭിചാരമല്ലേ? തുണി എത്രയാ ഉള്ളത്? തുണി എത്രയാ ഉള്ളത്?
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വ്യഭിചാരത്തിൽ മുസ്ലിം സമുദായം കൂട്ടുനിന്നു. പണ്ഡിതന്മാർ കുറെ പേര് ഫത്വ ഇറക്കി പർദ്ദ ഇട്ടിട്ടും റിയാലിറ്റി ഷോയിൽ അടിമരിച്ചാൽ കുഴപ്പമില്ല. അങ്ങനെ ചില ആളുകളുണ്ടായി, മുഫ്തിയല്ല മുഫ്തി. തിരുവനന്തപുരത്ത് ഒരു വലിയ ആളി പുരോഗമനത്തിന്റെ നൂറ്റാണ്ടുകളൊക്കെ ഉണ്ടാക്കിയ ആളുകൾ ഫത്വ കൊടുത്ത് എന്താണെന്നറിയാമോ? റിയാലിറ്റി ഷോയിൽ പർദ്ദ ഇട്ടിട്ട് അഭിനയിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ റബ്ബർ തോട്ടത്തിൽ ഇരുന്നിട്ട് ഒരുത്തൻ കള്ളു കുടിച്ചോണ്ടിരിക്കുക. കൂട്ടുകാരൻ വന്നിട്ട് ചോദിച്ചു, നല്ല മാനിന്റെ ഇറച്ചി കൊണ്ട് വേണം. അവൻ ചോദിച്ചു, ബിസ്മി പറഞ്ഞ അർത്ഥമാണെങ്കിൽ മതിയില്ലേ വേണ്ട. കള്ളു കുടിക്കുന്നവരോട് ഇറച്ചി കൊണ്ടുപോയപ്പം മുസ്ലിം കൊടുത്തിട്ട് ചെയ്തിട്ട് അറുത്തതാണോ എന്ന് ചോദിച്ച ലാഘവത്വത്തോടെ തല മറച്ചിട്ട് മാംസഭാഗം വെളിയിലേക്കാണ്. എന്താ സഹോദരങ്ങൾ അനുഭവിക്കാൻ പോവുക? എന്താ അനുഭവിക്കാൻ പോവുക? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത് അതോടുകൂടി തന്നെ റിബ, ഇത് പറഞ്ഞു നിൽക്കാൻ എനിക്ക് സമയമില്ല. പലിശ വ്യാപകമായി. എങ്ങനെ വ്യാപകമായി? കൂട്ടുകാരൻ പോയിട്ട് കൂട്ടുകാരനോട് ചോദിച്ചത്, 1 ലക്ഷം രൂപ എനിക്ക് കടം തരുമോ? അവൻ പറയണ എന്താണെന്നറിയാവോ? തൽക്കാലത്തേക്ക് എന്റെ കയ്യിലില്ല, ഞാൻ വേറൊരുത്തന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരാം, പക്ഷെ അവന് മാസം സംതിങ് എന്തെങ്കിലും കൊടുക്കണം. എന്റെ പേരെന്താ? ഏത് കച്ചവടക്കാരനും പറ്റുന്ന തന്ത്രം അല്ല, നിങ്ങളല്ല കേട്ടോ, വല്ലപ്പോഴും ഒഴിച്ച് ബാക്കിയുള്ള സർവ്വ കച്ചവടക്കാരും പയറ്റുന്ന തന്ത്രം എന്താ? 1 ലക്ഷം രൂപ ഒരു പാവപ്പെട്ട കടം ചോദിച്ചാൽ എന്റെ കയ്യിലില്ല, ഞാൻ വേറെ ആളിത് വാങ്ങിച്ചു തരാം, പക്ഷെ അവൻ എന്തെങ്കിലും കൊടുക്കണം. ഈ പൈസ എന്റേതാ? പൈസ വല്ലേതാ? വ്യഭിചാരം തെറ്റല്ല എന്ന് തോന്നുക, പലിശ തെറ്റല്ല എന്ന് തോന്നുക, ലോട്ടറി തെറ്റല്ല എന്ന് തോന്നുക, ലാഘവത്വത്തോടെ അതിനെ ജീവിതം ആസ്വദിക്കും. എന്റെ പൊന്നു സഹോദരിമാരെ, എവിടെ വഴി തെറ്റിയോ? ആദ്യം ചാനലുകാരൻ പിടിച്ചത് ആരെയാ? ചെറുപ്പക്കാരി പെണ്ണുങ്ങള്. 23 വയസ്സ് 25 വയസ്സിന് താഴോട്ട് ആദ്യം പിടിച്ചത്. അതാണ് ഐഡിയ സ്റ്റാർസിന്റെ. എത്ര വരെ? 25 വയസ്സ് വരെയുള്ള പെണ്ണിന് തുണി മാറ്റാൻ പറ്റിയ സമയം. ഞാൻ ഉള്ളത് വച്ചയ്ക്ക് പറയാം. അത് കഴിഞ്ഞ് കിട്ടും. രണ്ടാമതാരായി? ഭാര്യയും ഭർത്താവുമായി അടുത്ത തലമുറയെ പിടിച്ചു. അതും വെളിയിൽ വന്നു. ജൂദായിസത്തിൽ നെഹ്റുവിന് ഹാരിസ് പയറ്റിയ തന്ത്രം. മൂന്നാമതാരായി? ഇപ്പൊ അതും വിട്ടു, അവളും വെളിയിലായി. ഇസ്ലാമിലെ പെണ്ണുങ്ങൾ മുഴുവനും റിയാലിറ്റി ഷോ വ്യാപകമായി. പെണ്ണ് യൂത്ത് വെളിയിലിറങ്ങി. നന്നായിട്ട് മനസ്സിലാക്കി. രണ്ടാമത്, ഞാൻ പറയുന്നത് തെറ്റാണ് നിങ്ങൾ പറഞ്ഞോളൂ, രണ്ടാമത് ഭാര്യയും ഭർത്താവും, വീടിന്റെ സ്വകാര്യതയിൽ കഴിഞ്ഞ ഭാര്യയും ഭർത്താവും വെളിയിലായി. മൂന്നാമത് ഇപ്പാരായി? അമ്മയും അമ്മായിയമ്മയായി. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ സന്ധ്യ ആകുമ്പോൾ കേൾക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തെറ്റാണെങ്കിൽ പറഞ്ഞു, ഞാൻ എന്റെ ചിന്തയാണ് പറയും. ഞാനിത് ഇപ്പൊ ഇത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാനൊരിക്കൽ വെള്ളിയാഴ്ച നബിദിനത്തിൽ പ്രസംഗിക്കുമ്പോൾ ഒരാൾ കൊണ്ട് ചോദിച്ചു, ആ ഹദീസ് ശരിയായില്ല, എന്ത് കുഴപ്പം? അത് ബുഖാരിയിലുണ്ടോ? ഞാൻ പറഞ്ഞു, എന്ത് ബുഖാരിയിലുണ്ടോ? ഞങ്ങൾ അംഗീകരിക്കും. ഞാൻ പറഞ്ഞു, നീ ബുഖാരി പറഞ്ഞാൽ അംഗീകരിക്കും. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഇമാം അബൂ മുഹമ്മദ് ബിൻ ഇസ്മായിൽ റഹ്മത്തുള്ളാഹി റിവായത്തിൽ നീ അംഗീകരിക്കും. അത് അംഗീകരിക്കും. അവിടെ നമുക്ക് അതാണ് ഇമാം ബുഖാരിയുടെ പേര്. അവരതറിഞ്ഞൂടാ. ഞാൻ പറയുന്നത് ഇമാം ബുഖാരിയുടെ പേരാണത്. ഇത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ച സഹോദരങ്ങളെ ഇല്ല.